അതാണ് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യത്തെ സംബന്ധിച്ചു കൂടിയിട്ടുള്ള സമഗ്രമായ അന്വേഷണവും കുറ്റക്കാർക്കെതിരായി മാതൃകാപരമായ നടപടിയും ഉണ്ടാകണം. വളരെ അകാരണമായി ശത്രുരാജ്യത്തെ സൈന്യത്തെ നേരിടുന്നത് പോലെ വളർന്നു വരുന്ന പുതിയ തലമുറയെ പ്രാകൃതമായ നിലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോളണ്ടിയേഴ്സ് എന്നുള്ള പേരിൽ സിവിൽ യൂണിഫോമിൽ അല്ലെങ്കിൽ യൂണിഫോം ഇല്ലാതെ RSSൻ്റെ വോളണ്ടിയേഴ്സാണ് എന്ന് സംശയിക്കുന്ന ആൾക്കാർ വരെ ഈ കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നതിലും ഭീകരമായ മർദ്ദനം അഴിച്ചുവിടുന്നതിലും നേതൃത്വം കൊടുത്തു എന്ന് വേണം വിലയിരുത്താൻ. CJPയുടെ പ്രക്ഷോഭം അവസാനിച്ച ശേഷമുള്ള പാർലമെൻറ്റാണ് ഇനി നടക്കാൻ പോകുന്നത്. NK പ്രേമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. MP ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കഴിഞ്ഞു, പ്രധാനപ്പെട്ട ഒരാവശ്യം നിറവേറ്റി കഴിഞ്ഞു. ഇനി പാർലമെൻറ്റിൽ പങ്കെടുക്കുമോ? കാര്യം പ്രധാനപ്പെട്ട ബില്ല്, പൊതുപരീക്ഷാ ബില്ല് ഇന്ന് വരികയാണ്. എങ്ങനെയായിരിക്കും ഒരു സമീപനം? ഇന്ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ വെച്ച് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഫ്യൂച്ചർ സ്ട്രാറ്റജിയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്നത്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുമ്പോഴും ഞങ്ങൾ മുന്നോട്ട് വെച്ച ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്കെതിരായി നടന്ന ഭീകരമായ നരനായാട്ടിനെ സംബന്ധിച്ച് അമിത്ഷാ ആ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കണം. കുട്ടികളോട് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ അവശേഷിക്കുന്നു. പക്ഷേ എന്താണ് ഫ്യൂച്ചർ സ്ട്രാറ്റജി എന്നതിനെ സംബന്ധിച്ച്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതിലോമകരമായ പരിഷ്കാരങ്ങൾ അതടക്കം രാജ്യത്ത് ചർച്ച ചെയ്യണമെന്നുള്ള പൊതു ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃയോഗം, ഫ്ലോർ ലീഡേഴ്സിൻ്റെ യോഗം ചേർന്ന് ഈ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കും. ഇന്ന് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതി നിയമം വരുന്നുണ്ട്. ആ നിയമം പരിശോധിച്ചാൽ കാര്യമായ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഒരു സുപ്രധാനമായിട്ടൊരു ഭേദഗതി MP തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് ആ ഒരു ഭേദഗതി? അല്ല, ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരം പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് നിക്ഷിപ്തമാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രധാനമായും പബ്ലിക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ഒഫൻസ് ഉണ്ടായാൽ, മാൽ പ്രാക്ടീസ് ഉണ്ടായാൽ ആ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം. കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് വെക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിമിനൽ ലോ അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെല്ലാം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ വരുന്ന വിഷയങ്ങളെല്ലാം കേന്ദ്രം ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഈ പരീക്ഷകൾ തന്നെ സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷയാണ്. ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തൊരു പൊതുപരീക്ഷ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായി എല്ലാം കേന്ദ്രത്തിലേക്ക് നിക്ഷിപ്തമാകുന്ന ഒരു സ്ഥിതിയാണ്. അതടക്കം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. MP പറയുന്നത് ഈ പിഴ വർദ്ധിപ്പിക്കുക, ശിക്ഷ ഇതെല്ലാം 10 ഇരട്ടിയായിട്ടൊക്കെ വർദ്ധിപ്പിക്കുക, ഇതുകൊണ്ടൊന്നും ഈ പരീക്ഷ ക്രമക്കേട് തടയാൻ കഴിയില്ല എന്നാണ് വിശ്വാസം. ഇതെല്ലാം ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിന് സതുദ്ദേശവും നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇതെല്ലാം ഭരണകൂടത്തിൻ്റെ കൂടി ഒത്താശയോടും അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള സഹായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ലീക്കേജ് എല്ലാം നടന്നിട്ടുള്ളത് എന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പിന്നാമ്പുറം അല്ലെങ്കിൽ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എത്രമാത്രം ബോണഫൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് 12 വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായും വർഗീയവൽക്കരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ CJP അവരുടെ ഈ പോലീസ് അറ്റാക്കിനെ കുറിച്ചുള്ള വീഡിയോകൾ അല്ലെങ്കിൽ തെളിവുകൾ പ്രവർത്തകരിൽ നിന്ന് തേടിയിട്ടുണ്ട്. പക്ഷേ കിട്ടിയ തെളിവുകളെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം പോലീസിൻ്റെ ഒപ്പം ലാത്തിയുമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള പുറമേ നിന്നുള്ളവർ എത്തിയിട്ടുണ്ട്, മഫ്റ്റി പോലീസ് എത്തിയിട്ടുണ്ട്, ഈ പെല്ലറ്റ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയായിരിക്കും ലോക്സഭയിൽ ഒരു പ്രതിപക്ഷം ശബ്ദം ഉയർത്തുക? അതാണ് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യത്തെ സംബന്ധിച്ചു കൂടിയിട്ടുള്ള സമഗ്രമായ അന്വേഷണവും കുറ്റക്കാർക്കെതിരായി മാതൃകാപരമായ നടപടിയും ഉണ്ടാകണം. വളരെ അകാരണമായി ശത്രുരാജ്യത്തെ സൈന്യത്തെ നേരിടുന്നത് പോലെ വളർന്നു വരുന്ന പുതിയ തലമുറയെ പ്രാകൃതമായ നിലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോളണ്ടിയേഴ്സ് എന്നുള്ള പേരിൽ സിവിൽ യൂണിഫോമിൽ അല്ലെങ്കിൽ യൂണിഫോം ഇല്ലാതെ RSSൻ്റെ വോളണ്ടിയേഴ്സാണ് എന്ന് സംശയിക്കുന്ന ആൾക്കാർ വരെ ഈ കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നതിലും ഭീകരമായ മർദ്ദനം അഴിച്ചുവിടുന്നതിലും നേതൃത്വം കൊടുത്തു എന്ന് വേണം വിലയിരുത്താൻ.
അതിനെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ ആവശ്യങ്ങളൊക്കെ ഇന്ന് ചർച്ചയിൽ തീർച്ചയായിട്ടും ഉന്നയിക്കും. എന്തായാലും ഫ്ലോർ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇന്നത്തെ യോഗം അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ഈ ക്രൂരമായ ലാത്തിചാർജിനെതിരെ ശക്തമായ നടപടി വേണം എന്ന് തന്നെയാണ് NK പ്രേമചന്ദ്രൻ ആവശ്യപ്പെടുന്നത്. സനോജ് കുമാർ ബേപ്പൂറിനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.